ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡിൻ്റെ ഫിസിക്സ് ചാപ്റ്റർ ദ ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ്. We all know there exists a beautiful world around us. And ഇതിലുള്ള ഓരോ വസ്തുക്കളെയും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് with the 5 sense organs that our God have given us. We already know that they are eyes, ears, nose, tongue and skin. ഒരു പരിധി വരെ we can identify the object by their smell, taste, sound they make or by touch. But it is impossible to identify the colors of different objects by closing our eyes. So, സെൻസ് ഓർഗൻസിൽ വെച്ച് ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് ആൻഡ് സെൻസിറ്റീവായ സെൻസ് ഓർഗനാണ് ഐസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. Now we are moving to analyze the structure or different parts of human eye. When we look into someone's eyes, what is visible to us? The white part, the colored portion and a black spot. Usually, first colored portion ആണ് ഒരാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. This ring-shaped colored portion is known as iris. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പല ആളുകൾക്കും ഡിഫറെൻറ്റ് കളേർഡ് ഐസ് ആണുള്ളത്. ആൻഡ് വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? ദർ ഇസ് എ പിഗ്മെൻറ്റ് കോൾഡ് മെലനിൻ പ്രസൻറ്റ് ഇൻ ദിസ് ഐറിസ്. ആൻഡ് ഈ മെലനിൻ പിഗ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെലനോസൈറ്റ്സ് സെൽസ് ആണ്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് മെലനിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഐറിസ് ഓരോ വ്യക്തിക്കും ഡിഫറെൻറ്റ് കളേർഡ് ഐസ് ആയിരിക്കും ഉണ്ടാവുക. That is, if the amount of melanin is very low, that iris color will be blue. And if it is high, then it will be in brown color. And if it is very high in amount, then there will be a dark colored iris. Next, നമുക്ക് കാണാൻ സാധിക്കുന്നത് a dark colored spot, which is in the center of the iris. But it is not a spot. It is actually a hole or an opening, we can say like that, in the center of the iris through which light enters into the eyes. And this opening is known as pupil. So, pupil will control the amount of light enters into the eye by adjusting its size. ഇവിടെ പ്യൂപ്പിളിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് പ്യൂപ്പിളിനെ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് ഐറിസ്. അതായത് ഒരു ബ്രൈറ്റ് ലൈറ്റുള്ള എൻവിയോൺമെൻറ്റിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ദർ വിൽ ബി എ ലാർജ് എമൗണ്ട് ഓഫ് ലൈറ്റ് എൻറ്ററിങ് ഇൻ ടു ദ ഐസ്. ആൻഡ് ഇഫ് ദിസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ലൈറ്റ് റേസ് പാസസ് ഇൻ ടു ദ ഐസ് ദെൻ ഐസ് ക്യാൻ ബി ഡാമേജ്ഡ് ആൻഡ് ദിസ് ഡാമേജ് ക്യാൻ ബി പെർമനൻറ്റ് ഓൾസോ. ഇൻ ദിസ് കേസ് ഐറിസ് അതിൻ്റെ സൈസ് എക്സ്പാൻഡ് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ദ സൈസ് ഓഫ് പ്യൂപ്പിൾ വിൽ ഡിക്രീസ് and so that less amount of light enters into the eyes and we can see the image more clearly. ഇനി ഇരുട്ട് നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഐറിസ് അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്ത് പ്യൂപ്പിളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു സോ ദാറ്റ് മാക്സിമം ലൈറ്റ് റേസ് കം ഇൻ ടു ദ ഐസ് ആൻഡ് വി ക്യാൻ ഹാവ് മോർ ക്ലിയർ വിഷൻ. നമുക്കറിയാം പ്യൂപ്പിൾ നമുക്ക് അപ്പിയർ ചെയ്യുന്നത് ബ്ലാക്ക് കളറിലാണ്. ഇറ്റ് ഈസ് ബിക്കോസ് പ്യൂപ്പിളിലേക്ക് വരുന്ന കംപ്ലീറ്റ് ലൈറ്റ് റേസും അത് എബ്സോർബ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഈസ് നോട്ട് റിഫ്ലക്റ്റഡ് ബാക്ക്. നൗ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് ഐസ് ആർ വെരി സെൻസിറ്റീവ് സെൻസ് ഓർഗൻ. സോ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സെൻസ് ഓർഗനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ദർ ഷുഡ് ബി എ പ്രൊട്ടക്റ്റീവ് ലെയർ. ആൻഡ് ദിസ് പ്രൊട്ടക്റ്റീവ് ലെയർ ഈസ് നോൺ ആസ് കോർണിയ. സോ ദ ഔട്ടർമോസ്റ്റ് protective layer is known as cornea and it bulges outwards or we can say it is having a convex shape. നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഇമേജ് ആക്ച്വലി ഫോം ചെയ്യുന്നത് കണ്ണിനകത്താണ്. or we can say the light rays coming from an object should be converged to form an image inside the eye. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ കേസിലാണ് ലൈറ്റ് റേസ് കൺവേർജൻസ് നടക്കുന്നത് എന്ന് നമുക്കറിയാം. സോ വെൻ വി കണക്ട് ഓൾ ദിസ് ഡാറ്റ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ കോർണിയ refract or converge the light rays and helps to form an image in the eyes.
And cornea is transparent also. That means it passes the light. Actually, light raysന്റെ റിഫ്രാക്ഷൻ കണ്ണിൽ രണ്ട് സ്ഥലത്ത് നടക്കുന്നുണ്ട്. Most of the refraction take place in the cornea and the other part happens in the lens. And one more thing is that റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ള എയറിൽ നിന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ള കോർണിയയിലേക്കാണ് ലൈറ്റ് റേസ് എൻ്റർ ചെയ്യുന്നത്. And that is the reason for bending of light at the cornea. The next visible part of our eyes is the white part, which is known as sclera. To protect or support the eyeball is the function of the sclera. It is also opaque in nature. Opaque meaning not transparent. Next, we are going to the inner portion of the eye. For more clarification, we are dividing eyes into two equal parts. And we will be getting an image like this. From this side view, it is clear that the eyes have approximately spherical in shape. So we call it as eyeball and have a diameter of about 2.3 cm. Next, കോർണിയയുടെ പുറകിലായിട്ടാണ് ഐ ലെൻസ് വരുന്നത്. We already studied lenses which is made up of glass. Eye lens is transparent, crystalline, convex lens which is made up of a jelly-like substance or which is made up of living things. Transparent means it passes light rays through it. കോർണിയയുടെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് ഓൺലി എ കോൺവെക്സ് ലെൻസ് ക്യാൻ റിഫ്രാക്റ്റ് ഓർ converge light rays from an object to form an image. So that is the significance of convex lens here. അതുകൂടാതെ our lens is soft and flexible. പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ലെൻസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് it is thick in the center and thin at the edges. ഐ ലെൻസിനെ അതിൻ്റെ പൊസിഷനിൽ കറക്റ്റായി നിർത്തുന്നതിന് വേണ്ടി ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു സീലിയറി മസിൽസ് ഓർ സീലിയറി ബോഡി വിത്ത് ദ ഹെൽപ്പ് ഓഫ് സസ്പെൻസറി ലിഗമെൻറ്റ്സ്. ഇവിടെ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോർഷനാണ് സസ്പെൻസറി ലിഗമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു എൻഡ് ഐ ലെൻസിനോടും ഒരു എൻഡ് സീലിയറി മസിൽസിനോടുമാണ് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു അവർ ഐ ലെൻസ് ഇസ് ഫ്ലെക്സിബിൾ. ഈ ഫ്ലെക്സിബിലിറ്റിക്കായി ഐ ലെൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് സീലിയറി ബോഡി. കണ്ണിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് എത്ര ദൂരത്തിലാണ് നിൽക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് ഐ ലെൻസിൻ്റെ തിക്നെസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. സോ ദാറ്റ് ദ ലൈറ്റ് റേസ് കമ്മിങ് ഫ്രം ദ ഒബ്ജക്റ്റ് ക്യാൻ കറക്റ്റ്ലി ഫോക്കസ് ഓൺ ദി റെറ്റിന ഓർ ദ സ്ക്രീൻ ഇൻ ദ ഐസ്. It is clear in this video we have lens and ciliary bodies. This ciliary muscles helps to change the focal length by adjusting the curvature of the lens like this. That is, to view a distant object, ciliary muscles relax ചെയ്യുന്നു. As a result, the lens become thin and focal length increase. To view a nearby object, the ciliary muscles contract, lens become thick and focal length decrease. ഇങ്ങനെ ഡിസ്റ്റൻ്റ് ആൻഡ് നിയർ ബൈ ഒബ്ജക്റ്റിനെ കറക്റ്റായി ഫോക്കസ് ചെയ്യാനുള്ള കണ്ണിൻ്റെ എബിലിറ്റിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് ക്ലിയറായി സ്ട്രെയിൻ ഇല്ലാതെ കാണുന്നതിനായി പ്ലേസ് ചെയ്യേണ്ട മിനിമം ഡിസ്റ്റൻസിനെയാണ് നിയർ പോയിൻ്റ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് 25 സെൻറ്റിമീറ്റർ ഇൻ എ നോർമൽ പേഴ്സൺ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. ആൻഡ് ദ ഫാർത്തസ്റ്റ് ഡിസ്റ്റൻസ് ദ ഐ ക്യാൻ സീ എൻ ഇമേജ് ക്ലിയർലി is known as far point and it is infinity for a normal person. അതായത് ഒരു സൺസെറ്റോ സൺറൈസോ നടക്കുമ്പോൾ എത്രയോ അകലെ നിൽക്കുന്ന സണ്ണിനെ മോർ ക്ലിയർലി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈവൻ ദോ വി ആർ നോട്ട് ഏബിൾ ടു സീ ഇറ്റ് ഇൻ ഡീറ്റെയിൽ, ബട്ട് വി ഹാവ് എൻ ഇമേജ് ഓഫ് സൺസെറ്റ് ഓർ സൺറൈസ്. നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്. നമുക്കറിയാം ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് റിഫ്രാക്ഷൻ കഴിഞ്ഞ് ഒരു സ്ക്രീനിൽ പതിക്കുമ്പോഴാണ് അതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത്. ആൻഡ് ദിസ് സ്ക്രീൻ അറ്റ് ദ ബാക്ക് പാർട്ട് ഓഫ് ദ ഐ ഇസ് നോൺ ആസ് റെറ്റിന. ആൻഡ് അവർ റെറ്റിന കണ്ടെയ്ൻസ് എ ലാർജ് നമ്പർ ഓഫ് ലൈറ്റ് സെൻസിറ്റീവ് സെൽസ്
called rods and cones. ഇതിൽ റോഡ് സെൽസ് എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കുന്നതും ഓർ വി ക്യാൻ സേ ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു ദ ഇൻറ്റൻസിറ്റി ഓർ ക്വാണ്ടിറ്റി ഓർ എമൗണ്ട് ഓഫ് ലൈറ്റ്. ദാറ്റ് ഈസ് ഇരുട്ടിനെയും വെളിച്ചത്തിനെയും അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നു. ആൻഡ് ദ സെക്കൻഡ് കോൺ സെൽസ് ആർ സെൻസിറ്റീവ് ടു ദ കളർ ഓഫ് ദ ഒബ്ജക്റ്റ്. അങ്ങനെ ഈ റോഡ് സെൽസും കോൺ സെൽസും വഴി ഒരു ഒബ്ജക്റ്റിൻ്റെ റിയൽ ഇമേജ് നമുക്ക് റെറ്റിനയിൽ ലഭിക്കുന്നു. ബട്ട് ദ ഇമേജ് ഫോംഡ് ഓൺ ദ റെറ്റിന ഈസ് ഇൻവേർട്ടഡ്. അതായത് തലതിരിഞ്ഞ ഒരു ഇമേജാണ് നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ലഭിക്കുന്നത്. ഇവിടെ റെറ്റിനയോട് ചേർന്ന് ഒരു ഒപ്റ്റിക് നെർവ് സിസ്റ്റം ഉണ്ട്. ആൻഡ് ദിസ് ഒപ്റ്റിക് നെർവ് ട്രാൻസ്മിറ്റ് ഓൾ ദ വിഷ്വൽ ഇൻഫർമേഷൻ ഓർ electrical signals made by rods and cone cells to the brain and brain perceives it as an upright image. ഇവിടെ ഈ പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്നത് റെറ്റിനയുടെ പുറകുവശത്ത് മാത്രമല്ല കണ്ണിനുള്ളിലും കാണാൻ സാധിക്കുന്നുണ്ട്. റെറ്റിനയും ഒപ്റ്റിക് നെർവും മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഇൻ ദിസ് പോയിന്റ് ദർ ഈസ് നോ ലൈറ്റ് സെൻസിറ്റീവ് സെൽസ്. So, no vision is possible at this point, or the image formed at the blind spot we cannot see. So, overall we can say eyes എന്ന് പറയുന്നത് visual information collect ചെയ്യുന്നു and brain give us the vision. As a last part, നമ്മൾ പഠിക്കുന്നത് രണ്ട് ലിക്വിഡ്സിനെ പറ്റിയാണ്. First is vitreous humor and the second is aqueous humor. ഐ ലെൻസിനും സ്ക്രീൻ ഓർ റെറ്റിനയ്ക്കും ഇടയിൽ വരുന്ന പോർഷനാണ് വിട്രസ് ചേംബർ എന്നറിയപ്പെടുന്നത്. ദിസ് ചേംബർ കണ്ടെയ്ൻസ് എ ഫ്ലൂയിഡ് വിച്ച് ഇസ് നോൺ ആസ് വിട്രസ് ഹ്യൂമർ ആൻഡ് ഇറ്റ് ഈസ് 99% ഓഫ് വാട്ടർ ആൻഡ് 1% ഓഫ് പ്രോട്ടീൻസ് ഓർ വിറ്റമിൻസ്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഐ ബോളിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുക, ഐ ലെൻസിനെ സപ്പോർട്ട് ചെയ്യുക, and also act as a fluid lens and helps to focus on the retina. Second is aqueous humor. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള സ്പേസിലാണ് ഈ ലിക്വിഡ് കാണപ്പെടുന്നത്. This fluid also helps to maintain the shape of the eyeball and also provide nutrition like amino acids, glucose, etc. to various parts of the eyes and give moisture to the eyes. So here comes a brief summary of various parts and its functions of the eyes. Now I have an interesting question for you. Why God given us two eyes? ഒരു ചെറിയ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്കിതിൻ്റെ ആൻസർ കണ്ടെത്താം. ഒരു മിനിമം ഡിസ്റ്റൻസിൽ ഒരാളെ നിർത്തിക്കൊണ്ട് അയാളുടെ കയ്യിൽ ഒരു ഒബ്ജക്റ്റ് കൊടുക്കുക. ആ ഒബ്ജക്റ്റിനെ ഒരു കൈ കൊണ്ട് ഒരു കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ട് തൊടാൻ ശ്രമിക്കുക. വി തിങ്ക് ഇറ്റ് ഈസ് വെരി ഈസി ബട്ട് നോട്ട്. അതായത് ഒരു കണ്ണ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചുറ്റിലുമുള്ള ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസിലാണ് എന്ന് നമുക്ക് പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സിംപ്ലി വി ക്യാൻ സേ ദ ടു ഐസ് ഹെൽപ്പ് us with the perception of depth and this is known as stereoscopic vision. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. If you not yet subscribe the channel, then please do subscribe and also give your valuable comments. And thank you for watching this video.